ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് വീണ്ടും ഒരു ബിരിയാണി തന്നെ തയ്യാറാക്കിയാലോ? ആദ്യം ചിക്കനിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും ചേർത്ത് ചൂടായാൽ അതിലേക്ക് കാഷ്യൂവും കിസ്മിസും സവാളയും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കുറച്ച് കാഷ്യൂ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തി വെച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി മസാല തയ്യാറാക്കാം. ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടായാൽ തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുക്കാം. പുതിന ചപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ നീര് ചേർക്കാം. കുറച്ച് മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ച സവാളയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മസാല റെഡിയായി. അടുത്തത് ഇനി ചോറ് തയ്യാറാക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയും നെയ്യും ചേർത്ത് ചൂടായാൽ അതിലേക്ക് ഏലക്കായ്, പട്ട, ഗ്രാമ്പ് എന്നിവ ചേർക്കുക. കഴുകി വെച്ച 1.5 കപ്പ് കുഞ്ഞരി ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇനി 3 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചോറ് വെന്ത് വെള്ളം വറ്റി വന്നാൽ അതിലേക്ക് നമ്മളെ ബിരിയാണി മസാലയിൽ നിന്നും കുറച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുന്നത് ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ബിരിയാണി എന്നൊന്നും ഞാൻ പറയില്ല, നല്ല മെനക്കെട്ട പണിയുണ്ട് ഇതിന്. ഇനി ബിരിയാണി ദം ചെയ്യാം. ചിക്കൻ മസാലയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ, സവാള, കിസ്മിസ് എന്നിവ ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പും പുതിനച്ചപ്പും ചേർത്ത് കൊടുക്കാം. ചോറ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതേപോലെ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത കാഷ്യൂ, കിസ്മിസ്, സവാള, പുതിനച്ചപ്പ്, മല്ലിച്ചപ്പ്, ചോറ് എന്നിവ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് റോസ് വാട്ടറും നെയ്യും ചേർത്ത് ബിരിയാണി ദം ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയായ ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറായി. അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.